അപ്പോൾ നമ്മളൊരു സൈറ്റിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു, അതേപോലെ തേപ്പ് പൊട്ടി അയൺ ബോക്സിൻ്റെ അത് തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു, അതേപോലെ ഈ മെയിൻ സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്ത് തറയിൽ ചവിട്ടുമ്പം എർത്തിട്ട ഭാഗത്തൊക്കെ ഷോക്ക് അടിക്കുന്നു. അതായത് മഴയുടെ സീസണും കൂടെ ആയതുകൊണ്ട് ഷോക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ മീറ്റർ ബോർഡ് തുറന്നു നോക്കിയപ്പോഴാണ് പഴയ ടൈപ്പ് മെയിൻ സ്വിച്ച് ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിൻ്റെ റോഡ് കത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ടില്ലേ കത്തി കരിഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയാണ്. ആ വയറും അതേപോലെ തന്നെ ഇതേപോലെ കത്തി കരിഞ്ഞ് സ്ലീവ് ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് വന്നത്. ഈ റോഡ് വഴി നേരെ എർത്ത് വഴിയിട്ടാണ് സപ്ലൈ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നല്ല മഴ പെയ്ത സമയത്ത് ഷോക്ക് അടിക്കുകയും അതേപോലെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് എർത്ത് കിട്ടാതെ കറക്റ്റായിട്ട് ഷോക്ക് അടിച്ച് ഇരുന്നത്. അതുപോലെ തന്നെ അയൺ ബോക്സിൻ്റെ അതിലും അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ആ റോഡ് കത്തിയിട്ടുണ്ട്, അതിൻ്റെ ലെഗ് ഇതേപോലെ ലൂസ് കോൺടാക്റ്റ് ആയിരുന്ന് കത്തിയതാണ്. അതുകൊണ്ടാണ് രണ്ട് ഫേസും ന്യൂട്രലും വയറുകൾ ഇതേപോലെ കത്തിയത്. നമുക്കിനി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇത് മില്ലിയൻ്റെ ഐസൊലേറ്ററാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒറിജിനലി നിങ്ങൾ 2 പോൾ MCV ആണ് വെക്കുന്നത് നല്ലത്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി ഓണും ഓഫും ചെയ്യുന്ന മെയിൻ സ്വിച്ചിൻ്റെ അതേ പ്രവർത്തനം തന്നെയുള്ളൂ. പക്ഷേ 2 പോൾ MCV ആണെന്നുണ്ടെങ്കിൽ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓവർലോഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പായി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊരു എൻക്ലോഷറും അതേ മീറ്റർ ബോക്സിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഐസൊലേറ്റർ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും വയറിന് ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് കത്തിയ ഭാഗം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെച്ച് ലെങ്ത് കിടന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് 6mm കേബിളാണ്. അതിനനുസരിച്ചുള്ള നമ്മൾ വയർ സ്ലീവും നമ്മൾ മേടിച്ചിട്ടുണ്ട്. നേരത്തെ സ്ലീവ് ഇല്ലായിരുന്നു. നമ്മളതുകൊണ്ട് ഇപ്പം സ്ലീവ് മേടിച്ച് അതിൻ്റെ കൂടൊപ്പം തന്നെ കയറ്റി ഇട്ടിട്ടാണ് നമ്മൾ സെറ്റാക്കി ബോക്സും സെറ്റാക്കി നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്ലീവ് ഇട്ട് ചെയ്യുവാണെങ്കിൽ, ഇതുപോലുള്ള മെറ്റൽ ബോഡി മീറ്ററിൻ്റെ അകത്തൊക്കെ സ്ലീവ് ഇട്ട് ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ഇട്ട് കൊടുത്തത്. അതേപോലെ വയർ ആവശ്യത്തിൽ ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ആ കത്തിയ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കാനൊക്കെ നമുക്ക് പറ്റി. ഇപ്പോൾ എർത്തിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലീക്കായതിൻ്റെ പ്രോബ്ലം എല്ലാം നമ്മൾ സോൾവ് ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്.